പ്രിയമുള്ളവരെ, അങ്ങനെ IPC കർണാടക സ്റ്റേറ്റിന് നമ്മുടെ സ്വയംഭൂ ജനറൽ ഇതാ ഒരു പുരസ്കാരം നൽകിയിരിക്കുന്നു. കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് കർണാടക സ്റ്റേറ്റിൽ നിലവിലുള്ള ഭരണസമിതിയെ ഉന്മൂലനം ചെയ്ത് ഇതാ ഇവിടെ ഇപ്പം ചെയ്തിരിക്കുന്ന അതൊരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ ചെയർമാനെയും കമ്മിറ്റി അംഗങ്ങളെയൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, മനസ്സിലാവും കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം വ്യക്തം, ഏതൊരു സ്റ്റേറ്റും പിടിച്ചടക്കണമെങ്കിൽ അതിനകത്തൊന്നും ഒരു ശുശ്രൂഷകനോ അല്ലെങ്കിൽ സീനിയറായ ഒരു പാസ്റ്റർമാരോ ആരും വേണം എന്നില്ല. ഇതാണ് നിലവിലുള്ള സാഹചര്യം. മറ്റൊന്ന്, എവിടെ കേസുണ്ടെങ്കിലും ഇങ്ങനെ ഞങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെയാണ്. ഇനി കേരളത്തിലെ നമ്മുടെ വിശുദ്ധന്മാരൊന്ന് ആലോചിച്ചാൽ നന്ന്. കേരളത്തിലും ഒരു ഹൈക്കോടതി കേസ് കിടപ്പുണ്ട്. ഏത് സമയവും ഇത് ഏറ്റെടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഞാൻ കേസ് കൊടുത്ത കൊട്ടാരക്കര സെൻറ്ററും ഇപ്പോൾ ആൾറെഡി അത് ഏറ്റെടുത്തതിന് തുല്യമായി കിടക്കുകയാണിപ്പോൾ. ഏത് സമയവും ഒന്നുകിൽ നേരിട്ട് ഏറ്റെടുക്കും, ഇല്ല എങ്കിൽ അവിടെ നിന്ന് ഒരു സെൻട്രൽ പാസ്റ്ററെ ഇവിടെ നിയമിക്കും. ഇതാണിപ്പോൾ ഈ സെൻറ്ററിൽ നടന്നിരിക്കുന്നത്. എന്നാൽ ഓർക്കേണ്ടത്, നമ്മളുടെ താബോർ സഭ ചെയ്തതുപോലെ വരുന്ന പുള്ളി വരുമ്പോൾ, അഡ്ഹോക്ക് കമ്മിറ്റി എന്നും പറഞ്ഞ് വരുമ്പോൾ, താങ്കൾ ആരാണ്, താങ്കൾക്കുള്ള അധികാരപത്രം ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ കാർഡുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റേഷൻ കാർഡ് ഉണ്ടെന്ന് പോലീസിനെ കാണിച്ച പുള്ളിയാണ് അത് ഏറ്റെടുക്കാൻ പോയത്. ഇതുപോലെയാണ് അവര് ചെറുത്ത് തോൽപ്പിച്ചതുപോലെ കർണാടക ചെറുത്തു നിന്നാൽ, മാത്രമല്ല ഗുരുതരമായ ഈ കോടതി അലക്ഷ്യം ചോദ്യം ചെയ്യുകയും ചെയ്താൽ IPC എന്ന പ്രസ്ഥാനം കർണാടകയിൽ ഉണ്ടാകും. ഇല്ല എങ്കിൽ അത് IGOയിൽ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് തന്നെയാണ് നാളെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. 6-ാം തീയതി ഇവിടെ സ്റ്റേറ്റിൻ്റെ കമ്മിറ്റി കൂടുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാന്ന് പോലും ഒരു കാര്യവും നടക്കുകയില്ല. ഇവരെ കണ്ടാലും പഠിക്കുകയില്ല, കൊണ്ടാലും പഠിക്കുകയില്ല. എന്തായാലും സർവ്വ പിന്തുണയും കർണാടക സ്റ്റേറ്റിന് നൽകുന്നു.